പ്രൈസ് ദി ലോർഡ്. സ്നേഹമുള്ളവരെ, ജ്ഞാനത്തിൻ്റെ പുസ്തകം 6-ാം അധ്യായം 10-11 തിരുവചനങ്ങളാണ് ഇന്ന് വിചിന്തനത്തിനായി എടുത്തിരിക്കുന്നത്. വിശുദ്ധമായവ വിശുദ്ധിയോടെ ചെയ്യുന്നവർ വിശുദ്ധരാകും. അവ അഭ്യസിക്കുന്നവർ രക്ഷ കണ്ടെത്തും. എൻ്റെ വചനങ്ങളിൽ അഭിലാഷം അർപ്പിക്കുക, അവയോട് തീവ്രാഭിനിവേശം കാണിക്കുവിൻ, നിങ്ങൾക്ക് ജ്ഞാനം ലഭിക്കും. ഭൂമിയിൽ ജീവിച്ച് വിശുദ്ധരായി മാറിയിട്ടുള്ള വിശുദ്ധാത്മാക്കൾ ജ്ഞാനത്തിൽ വളർന്നവരാണ്. നന്മകൾ ചെയ്തുകൊണ്ട് ഈ ലോക ജീവിതത്തിൽ വിശുദ്ധി നേടിയെടുത്തവരാണ്. അവരെ പോലെ നമുക്കും വിശുദ്ധരായി ജീവിക്കാൻ സാധിക്കും. നമ്മുടെ ജീവിതത്തിൽ വിവേകപൂർവം ചിന്തിക്കുവാനും പ്രവർത്തിക്കുവാനും ദൈവഹിതമനുസരിച്ച് പ്രവർത്തിക്കുവാനും നമുക്ക് സാധിക്കുന്നത് ദൈവത്തിൽ നിന്ന് ജ്ഞാനം ലഭിക്കുമ്പോഴാണ്. ദൈവത്തിൻ്റെ വചനങ്ങളിൽ ആഴമായ വിശ്വാസം അർപ്പിക്കുകയും എളിമയോടുകൂടെ ദൈവത്തിൻ്റെ വചനം സ്വീകരിക്കുകയും ചെയ്യുമ്പോൾ നമുക്ക് ജ്ഞാനം ലഭിക്കും. ദൈവിക ജ്ഞാനം ലഭിച്ചാൽ നമുക്ക് ദൈവിക രഹസ്യങ്ങളും മനസ്സിലാക്കാൻ കഴിയും. യേശു പറയുന്നു, എൻ്റെ വചനം ശ്രവിക്കുമ്പോൾ നിങ്ങൾക്ക് എളിമയും അതുപോലെ വിനയവും വിശ്വാസവും ഉണ്ടാകണം. ആരെയാണ് ദൈവം കടാക്ഷിക്കുന്നത്? യെശയ്യാ 66:2 കർത്താവ് അരുളിച്ചെയ്യുന്നു, ആത്മാവിൽ എളിമയും അനുതാപവും ഉണ്ടായിരിക്കുകയും എൻ്റെ വചനങ്ങൾ കേൾക്കുമ്പോൾ വിറയ്ക്കുകയും ചെയ്യുന്നവനെയാണ് ഞാൻ കടാക്ഷിക്കുന്നത്. ജെറമിയ 15:16 ജെറമിയ പ്രവാചകൻ പറയുന്നു, അങ്ങയുടെ വചനം കണ്ടെത്തിയപ്പോൾ ഞാൻ അവ ഭക്ഷിക്കുകയും അവ എനിക്ക് ആനന്ദാമൃതമായി മാറുകയും ചെയ്തു എന്നാണ്. എൻ്റെ ഹൃദയത്തിനത് സന്തോഷം നൽകി. എസെക്കിയേൽ 3:10 എസെക്കിയേൽ പ്രവാചകനിലൂടെ കർത്താവ് അരുളി ചെയ്യുന്നു, മനുഷ്യപുത്ര, ഞാൻ നിന്നോട് പറയുന്ന വാക്കുകൾ ചെവി തുറന്ന് കേൾക്കുകയും ഹൃദയത്തിൽ സൂക്ഷിക്കുകയും ചെയ്യുക. ദൈവത്തിൻ്റെ വചനങ്ങളിൽ ദൈവത്തിൻ്റെ ആത്മാവുണ്ട്. കാരണം വചനം ദൈവം തന്നെയാണ്. പരിശുദ്ധാത്മാവ് നമ്മിൽ നിറയുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങളും വരങ്ങളുമെല്ലാം നമുക്ക് ലഭിക്കും. ജ്ഞാനവും ബുദ്ധിയും ആലോചനയും ആത്മശക്തിയും അറിവും ദൈവഭക്തിയും എല്ലാം നമുക്ക് ലഭിക്കും. ദൈവത്തിൻ്റെ വചനങ്ങൾക്ക് നമ്മെ ശുദ്ധീകരിക്കാനായി കഴിയും. യോഹന്നാൻ 15:3 യേശു പറയുന്നുണ്ട്, ഞാൻ നിങ്ങളോട് പറഞ്ഞ വചനം നിമിത്തം നിങ്ങൾ ശുദ്ധിയുള്ളവരായിരിക്കുന്നു. ദൈവത്തിൻ്റെ വചനത്തെ ആദരിക്കുകയും ബഹുമാനിക്കുകയും എളിമയോടെ ഹൃദയത്തിൽ സ്വീകരിക്കുകയും ചെയ്താൽ നമുക്കും വിശുദ്ധരാകാൻ സാധിക്കും. ദൈവത്തിൻ്റെ വചനം പാപങ്ങളിൽ നിന്ന് നമ്മെ അകറ്റി നിർത്തും. അത് നമ്മെ വിശുദ്ധീകരിക്കും. സങ്കീർത്തകൻ 119:11 പറയുന്നു, അങ്ങേക്കെതിരെ പാപം ചെയ്യാതിരിക്കേണ്ടതിന് അങ്ങയുടെ വചനം എൻ്റെ ഹൃദയത്തിൽ ഞാൻ സൂക്ഷിച്ചിരിക്കുന്നു എന്ന്. യോഗ്യതയോടെ വിശുദ്ധ കുർബാന സ്വീകരിച്ചാൽ നമുക്ക് വിശുദ്ധിയിൽ ജീവിക്കാൻ സാധിക്കും, വിശുദ്ധരാകാനും സാധിക്കും. ദൈവത്തിൻ്റെ കൽപ്പനകൾ പാലിച്ചുകൊണ്ട് ജീവിച്ചാൽ ദൈവത്തിൻ്റെ സ്നേഹം നമുക്ക് ലഭിക്കും, വിശുദ്ധിയിൽ വളരാനും നമുക്ക് സാധിക്കും. നാം ഹൃദയത്തിൽ വെറുപ്പും വൈരാഗ്യവും വിദ്വേഷവും അസൂയയും സ്വാർത്ഥതയും ഒക്കെയാണ് സൂക്ഷിക്കുന്നതെങ്കിൽ ദൈവത്തിൻ്റെ വചനം ഹൃദയത്തിൽ വസിക്കുകയില്ല. യേശുവിനെ സ്വന്തമാക്കുകയാണ് നാം ചെയ്യേണ്ടത്. അതാണ് യഥാർത്ഥത്തിലുള്ള ദൈവകൃപ. എങ്ങനെയാണ് നമുക്ക് ദൈവകൃപ ലഭിക്കുന്നത്? കൃപ നമുക്ക് ലഭിക്കണമെങ്കിൽ നാം പല കാര്യങ്ങളും ഉപേക്ഷിക്കേണ്ടതായിട്ട് വരും. നമ്മുടെ സുഖലോലുപത, മോഹങ്ങൾ, ജഡമോഹങ്ങൾ, സ്വാർത്ഥത, അസൂയ, അഹങ്കാരം, മദ്യാസക്തി, ജീവിത വ്യഗ്രത, ഭൗതിക സുഖങ്ങൾ, ധനമോഹം, ഇതെല്ലാം നാം ഉപേക്ഷിച്ച് യേശുവിനെ സ്വന്തമാക്കണം. നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ഉപേക്ഷിക്കേണ്ടതായിട്ട് വരുമ്പോൾ അത് വേദനാജനകമായി നമുക്ക് തോന്നാം.
നാം കുരിശിൻ്റെ വഴിയിലെ പ്രാർത്ഥനയിൽ 10-ാം സ്ഥലത്തെത്തുമ്പോൾ നാം പറയുന്നുണ്ട്, രക്തത്തിൽ പിടിച്ചിരിക്കുന്ന വസ്ത്രങ്ങൾ ഉരിഞ്ഞു മാറ്റിയപ്പോൾ ദുസ്സഹമായ വേദന അനുഭവിച്ച യേശുവെ, പാപം നിറഞ്ഞ പഴയ മനുഷ്യനെ ഉരിഞ്ഞു മാറ്റി യേശുവിനെ ധരിക്കുവാൻ കൃപ തരണമേ എന്നാണ് നാം പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ ആ കൃപയ്ക്കായിട്ടാണ് നാം കുരിശിലേക്ക് നോക്കി പ്രാർത്ഥിക്കേണ്ടത്. അപ്പോൾ കുരിശിലേക്ക് നോക്കിയാൽ നമുക്ക് വിശുദ്ധി ലഭിക്കും. എല്ലാവർക്കും ഒരു നല്ല ദിനം ആശംസിക്കുന്നു. ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.